ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കൂടോത്രം എന്താണ്? അതിന് ശക്തിയുണ്ടോ? ഈ കൂടോത്രം നമ്മളെ ബാധിക്കുമോ? കൂടോത്രത്തിന്റെ ഉത്ഭവം ഗൂഢപത്രം എന്ന വാക്കിൽ നിന്നാണ്. നിഗൂഢമായ പത്രം. പത്രം എന്ന് പറഞ്ഞാൽ ഇല. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ട് കാലത്ത് ചില ആയുർവേദ പച്ചിലകളെല്ലാം എണ്ണയിൽ ചേർത്ത് അവ ഉണ്ടാക്കുമ്പോൾ അവയ്ക്ക് രൂക്ഷമായ ഗന്ധമാണ്. ഇവയെല്ലാം ശവന്നാറി ഇല, വളരെ ദുർഗന്ധം വമിക്കുന്ന ശവന്നാറി ഇലയിൽ ഈ പച്ചിലകളെല്ലാം പ്രത്യേകമായിട്ടുള്ള ഈ ആയുർവേദ മരുന്നുകളെല്ലാം പൊതിഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വയ്ക്കുകയൊക്കെ ആണെങ്കിൽ അവിടെ രൂക്ഷമായിട്ടുള്ള ഗന്ധമായിരിക്കും, ദുർഗന്ധമായിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിൽ നിന്നാണ് ഇന്നത്തെ കൂടോത്രം എന്ന വാക്കുണ്ടായത്. എന്നാൽ ഇന്ന് കാലത്ത് കൂടോത്രം എന്ന വാക്ക് ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിലല്ല. ഒരാളെ നശിപ്പിക്കാനായിട്ട്, അയാളെ തീർക്കാനായിട്ട് ചില നിഗൂഢമായിട്ടുള്ള മന്ത്രങ്ങളെല്ലാം ചൊല്ലി, ദുർമന്ത്രങ്ങളെല്ലാം ചൊല്ലി അയാളുടെ ഭവനത്തിലോ അല്ലെങ്കിൽ അയാളുടെ പറമ്പിലോ മറ്റും കുഴിച്ചിടുന്ന രീതിയാണ് ഇന്നത്തെ രീതിയിലുള്ള കൂടോത്രം. ഇനി അതിന് ശക്തിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഓർക്കണം, ചില വാക്കുകൾ വൈദികൻ ഉച്ചരിച്ച്, പ്രത്യേകിച്ചും കുദാശ വചനങ്ങളെല്ലാം ഉച്ചരിച്ച് ഒരു സാധാരണ ഓസ്തിയെ പ്രത്യേക രീതിയിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമായി വിശുദ്ധ കുർബാനയിൽ മാറുന്നുണ്ട് എങ്കിൽ ഈ ദുഷ്ട ശക്തികളെയും ആവഹിക്കുന്ന ചില ദുർമന്ത്രവാദികൾക്ക് ചില വസ്തുക്കളിലേക്ക് അശുദ്ധാത്മാവിനെ ആവഹിക്കാൻ സാധിക്കും. ദൈവിക ശക്തി പോലെ പൈശാചിക ശക്തികളും ഈ ഭൂമിയിലുണ്ട്. കാരണം നമുക്കറിയാം, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മാലാഖമാരിൽ 1/3 വിഭാഗം നശിച്ച് പിശാചായി മാറി എന്നാണ് വചനം പറയുക. വിശുദ്ധ കുർബാന ഇരിക്കുന്ന ആ സ്ഥലം പരിശുദ്ധമാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിലെ സർക്കാരീനെ കാണുമ്പോൾ നമ്മൾ വണങ്ങുന്നതും അത് പൂജ്യമായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ ചില ദുർമന്ത്രവാദികൾ ഈ ദുഷ്ടാത്മാവിനെ ആവഹിച്ച് ചില വസ്തുക്കളിൽ ആക്കുമ്പോൾ ആ വസ്തുക്കൾ ഇരിക്കുന്ന ആ പ്രദേശങ്ങൾ തകർന്നു പോകും. കാരണം അവിടെ ഒരു പൈശാചിക ശക്തി നിലനിൽക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഒരു വൈദികൻ കുദാശവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നത്? കാരണം മനുഷ്യരുടെ വാക്കുകൾക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്. യേശു തന്നെ തൻ്റെ വചനത്താൽ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തി, പിശാചുക്കളെ പുറത്താക്കി. യേശു തൻ്റെ വചനത്താൽ പന്നികളിലേക്ക് പൈശാചിക ശക്തിയെ മാറ്റുന്നുണ്ട്. യേശു തന്നെ ഏറ്റവും അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് രോഗസൗഖ്യം കൂടാതെ പിശാചുക്കളെ പുറത്താക്കുകയായിരുന്നു. അപ്പോൾ ഒരു നെഗറ്റീവ് ഫോഴ്സ്, ഒരു പൈശാചിക ശക്തി ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. ചില പൈശാചിക രീതി പിന്തുടരുന്നവർ, ചില ദുർമന്ത്രവാദികൾ അല്ലെങ്കിൽ ചാത്താൻ സേവക്കാർ, ഇങ്ങനെയുള്ളവർ ഈ പൈശാചിക ശക്തിയെ ചില വസ്തുക്കളിൽ ആവഹിക്കാനും സാധിക്കും. ഇനി അടുത്ത ചോദ്യം, ഇത് നമ്മളെ ബാധിക്കുമോ എന്നുള്ളതാണ്. കാരണം നമ്മൾ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന സത്യക്രിസ്ത്യാനികളല്ലേ, മാമോദിസ മുങ്ങിയ സത്യക്രിസ്ത്യാനികൾ. ഈ ദുഷ്ട ശക്തികളും അല്ലെങ്കിൽ ഈ ക്ഷുദ്രപ്രയോഗവും ഈ കൂടോത്രവും ഒക്കെ എന്നെ എങ്ങനെ ബാധിക്കാനാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ എങ്ങനെ ബാധിക്കാനാണെന്ന് ചിന്തിച്ചേക്കാം. പലരും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് പഴയ നിയമത്തിലെ സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായമാണ്. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. സംഖ്യയുടെ പുസ്തകം 23:23, യാക്കോബിനെതിരെ ആഭിചാരം ഫലിക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രപ്രയോഗം ഫലിക്കുകയില്ല എന്നാണ് അവിടെ വചനം പറയുക. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ആ കാര്യം പറയാനുണ്ടായ സന്ദർഭമാണ്. പ്രിയമുള്ളവർ, ഇസ്രായേൽക്കാരും ശത്രുക്കളും തമ്മിലുള്ള യുദ്ധത്തിൽ ശത്രു രാജാവായ ബാലാക്ക് ഈ ഇസ്രായേൽക്കാരെ തകർക്കാനായിട്ട് ഭയങ്കര ശക്തിയുള്ള ഒരു ദുർമന്ത്രവാദിയെ വിളിക്കുകയാണ്. ഈ ദുർമന്ത്രവാദിയുടെ പേരാണ് ബാലാം. ഈ ബാലാം എന്ന ദുർമന്ത്രവാദിയെ വിളിച്ചിട്ട് ഈ രാജാവ് ഇസ്രായേൽക്കാരെ ഒരു മലമുകളിൽ കൊണ്ടുപോയിട്ട് രഹസ്യമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇവരെയാണ് നീ ശപിച്ച് ഇവരെ തകർക്കേണ്ടത്. അദ്ദേഹം ഇവരെ ശപിക്കാനായിട്ട് 3 പ്രാവശ്യവും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 3 പ്രാവശ്യവും ബാലാം പറയുകയാണ്, ബാലാക്ക്, എനിക്ക് ഇവരെ ശപിക്കാൻ പറ്റില്ല, കാരണം ഇവരുടെ ദൈവം ഇവരുടെ കൂടെയുണ്ട്. പക്ഷെ പിന്നീട് ബാലാമിന്റെ ഉപദേശപ്രകാരം ബാലാക്ക് എന്ത് ചെയ്തെന്നോ? ഈ ബാലാമിന്റെ ഉപദേശപ്രകാരം ബാലാക്ക് ഇവരെ വ്യഭിചാരത്തിനും അതുപോലെ തന്നെ വിഗ്രഹാരാധനയ്ക്കും പ്രോത്സാഹിപ്പിച്ചു. ഇസ്രായേൽക്കാർ വ്യഭിചാരവും വിഗ്രഹാരാധനയും അങ്ങനെ സകല പാപങ്ങളിലും മുഴുകിയപ്പോൾ ഇവർക്ക് വളരെ എളുപ്പത്തിൽ, ഈ ദുർമന്ത്രവാദി പറഞ്ഞതുപോലെ വളരെ എളുപ്പത്തിൽ മൊവാബിയർക്ക് ഇസ്രായേൽക്കാരെ നശിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ അത്ര വിശുദ്ധിയിൽ ജീവിച്ചാൽ മാത്രമേ ഈ കൂടോത്രവും അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗവും മന്ത്രവാദവും ഒക്കെ നമ്മളെ ഏശാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇസ്രായേൽ ജനമായിരുന്നു, ദൈവം തെരഞ്ഞെടുത്തവരാണ്, ദൈവത്തിന്റെ പ്രത്യേക ജനമാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം ഉയർന്നതല്ല എങ്കിൽ, നമ്മൾ പാപത്തിലൊക്കെ ആണെങ്കിൽ ഇസ്രായേൽ ജനത്തിന് പറ്റിയ അതേ അവസ്ഥ തന്നെ നമ്മുടെ ജീവിതത്തിലും വരും.
ഇതേക്കുറിച്ച് ഈശോ തന്നെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. മർക്കോസിന്റെ സുവിശേഷം 3:27. അവിടെ ഈശോ പറയുകയാണ്, ഒരു വീട് കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം ശക്തനായിട്ടുള്ള ഗ്രഹനാഥനാണെങ്കിൽ അവനെ ബന്ധിക്കണം, അപ്പോഴാണ് കവർച്ച ചെയ്യാൻ സാധിക്കുക. നമ്മൾ ദുർബലരാണെങ്കിൽ കള്ളനായിട്ടുള്ള പിശാചിന് നമ്മളെ എളുപ്പത്തിൽ ബന്ധിച്ച് നമ്മളെ കവർച്ച ചെയ്യാൻ, നമ്മളെ തീർത്ത് കളയാൻ, നശിപ്പിക്കാൻ സാധിക്കും. അതേസമയം നമ്മൾ കൂടുതൽ ശക്തരാണെങ്കിൽ അതത്ര എളുപ്പത്തിൽ സാധിക്കുകയില്ല. കാരണം ഈ ദുർമന്ത്രവാദത്തിന്റെ, ഈ ചാത്തൻ സേവയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ഷുദ്രപ്രയോഗത്തിന്റെയൊക്കെ എഫക്റ്റ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കുടുംബത്തിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും. അത് അവരുടെ വിശുദ്ധിയെല്ലാം ആശ്രയിച്ചിരിക്കും. നമ്മൾ ഓർക്കുക, നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പെട്ടെന്ന് രോഗം വരില്ല, അല്ലെങ്കിൽ രോഗം വരുന്നതിൻ്റെ തോത് കുറവായിരിക്കും. പക്ഷെ ഒരു ദുർബലമായിട്ടുള്ള ഒരു ശരീരമുള്ള വ്യക്തിയാണെങ്കിലോ അയാൾക്ക് പെട്ടെന്ന് രോഗം വരും. ഇതുപോലെ തന്നെയാണ് ഓരോ ക്ഷുദ്രപ്രയോഗത്തിൻ്റെയും ഓരോ കൂടോത്രത്തിൻ്റെ എഫക്റ്റ് ഓരോരുത്തരെയും ബാധിക്കുന്നത്. ഇനി അടുത്തത്, ഇത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. കാരണം കൂടോത്രം എന്ന് പറഞ്ഞാൽ ഗൂഢമായിട്ട് ചെയ്യുന്നതാണ്, മറ്റുള്ളവർ അറിയാതെ ചെയ്യുന്നതാണ്. ചിലപ്പോൾ വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുക, ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വസ്തുക്കൾ കാണുകയാണ്. വല്ല ഏലസോ ചരടോ ഭസ്മമോ അങ്ങനെ, അല്ലെങ്കിൽ കോഴിത്തലയോ അങ്ങനെ മന്ത്രിച്ച എന്തെങ്കിലും വസ്തുക്കൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ ഇതാരോ നമ്മളെ തകർക്കാനായിട്ട് ചെയ്തതാണ്. രണ്ടാമതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ തകർച്ചയും തളർച്ചയുമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ. കാരണം എപ്പോഴും രോഗം വരികയാണ്, മരണങ്ങൾ തുടരെ സംഭവിക്കുകയാണ്, സാമ്പത്തിക പ്രശ്നങ്ങളാണ്, കുടുംബ പ്രശ്നങ്ങളാണ്, അങ്ങനെ പല രീതിയിൽ എല്ലാ തരത്തിലും നമ്മൾ ഞെരുക്കപ്പെടുകയാണ്. പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല എങ്കിൽ ഒരു പക്ഷേ, എപ്പോഴും അല്ല, ചിലപ്പോൾ ഒരു പക്ഷേ ഇത് മറ്റുള്ളവർ ചെയ്ത് ചിലപ്പോൾ കൂടോത്രത്തിൻ്റെയോ ദുർമന്ത്രവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ചാത്തൻ സേവയുടെയോ എല്ലാം ഫലമായി വരാം. അപ്പൊ ഇതിനുള്ള പ്രതിക്രിയ എന്താണെന്ന് പലരും ചോദിക്കും. തീർച്ചയായിട്ടും ക്രൈസ്തവമായ രീതിയിൽ ഇത്തരം കൂടോത്രവും മന്ത്രവാദവും എല്ലാം നമ്മെ ഏശാതിരിക്കാനുള്ള മാർഗങ്ങളും വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ മാരക പാപത്തിലാണോ എന്നതാണ്. നമ്മൾ മാരക പാപത്തിലാണെങ്കിൽ ഈ ശക്തികൾ വളരെ വേഗം നമ്മെ ആക്രമിക്കുകയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിത പങ്കാളിയും എല്ലാം നശിപ്പിച്ച് വെണ്ണീറാക്കും, നമ്മുടെ സമ്പാദ്യവും നമ്മുടെ ജോലിയും എല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ മാരക പാപത്തിലാണോ എന്നതാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ തന്നെ ഈ ശത്രുക്കളെ, ഇസ്രായേൽക്കാരെ നശിപ്പിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ അവർ ചെയ്യിപ്പിച്ചത് ഇവരെ എങ്ങനെയെങ്കിലും വലിയ മാരഭാഗം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നായിരുന്നു. അവർ പാപം ചെയ്തു, പിന്നെ വളരെ എളുപ്പത്തിൽ ഇവർക്ക് അവരെ കീഴടക്കാൻ പറ്റി. അപ്പം അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തകർച്ചയുണ്ടാകുമ്പോൾ നമ്മൾ മാരക പാപത്തിലാണോ എന്നതാണ്. അങ്ങനെ ഏതെങ്കിലും മാരക പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം ഒരു നല്ല കുമ്പസാരം നടത്തി ദൈവത്തോട് അനുരഞ്ജനപ്പെടുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. അപ്പോൾ തന്നെ നമ്മളുടെ ജീവിതം വിശുദ്ധീകരിക്കും, നമ്മുടെ ഭവനങ്ങളും നമ്മുടെ സ്ഥലവും എല്ലാം വിശുദ്ധീകരിക്കപ്പെടും. കാരണം വിശുദ്ധി ഇല്ലാതെ നമ്മൾ ഈ ദുഷ്ടശക്തികളെ പുറത്താക്കാൻ പോയാൽ അതിന്റെ നേരെ വിപരീത ഫലമായിരിക്കും, രണ്ടിരട്ടിയായിട്ട് ചിലപ്പോൾ തിരിച്ചു വരും. നമുക്കറിയാം, അപ്പസ്തോല പ്രവൃത്തികൾ 19:13 അവിടെ ഒരാള് പൗലോസ്ലീഹയും ശിഷ്യന്മാരും എല്ലാം ദുഷ്ടാത്മാക്കളെ പുറത്താക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, പൗലോസിന്റെ യേശുവിന്റെ നാമത്തിൽ ഈ ദുഷ്ടാരൂപി വിട്ടുപോകട്ടെ എന്ന്. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ദുഷ്ടാരൂപി ഉണ്ടായ വ്യക്തി ഇയാളെ ആക്രമിക്കുകയാണ്. വേണ്ടത്ര വിശുദ്ധി ഇല്ലാതെ നമ്മൾ ഈ അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ പോയാൽ അതിന്റെ നേരെ തിരിച്ചുള്ള എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. രണ്ടാമതായിട്ട്, നമ്മളിങ്ങനെ കുമ്പസാരത്തിന് ശേഷം അനുതപിച്ച് പൂർണ്ണമായിട്ട് ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടതിന് ശേഷം നമ്മുടെ ഭവനങ്ങളെ ഒരു വൈദികനെയോ അല്ലെങ്കിൽ ഒരു കർത്തൃദാസനെയോ വിളിച്ച് വിശുദ്ധീകരിക്കണം. വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, യേശു തൻ്റെ അപ്പസ്തോലന്മാരോട്, തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളൊരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ വെറുതെ അങ്ങനെ കയറി ചെല്ലല്ല, ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അതിന് യോഗ്യതയുള്ളതാണെങ്കിൽ ആ സമാധാനം അവിടെ കുടികൊള്ളും. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദാസൻ, ഒരു വൈദികൻ ഒരു ഭവനത്തിൽ വന്ന് അതിനെ വിശുദ്ധീകരിച്ച് അതിന് സമാധാനം ആശംസിക്കുമ്പോൾ ആ സമാധാനം ആ ഭവനത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ മാറി സമാധാനം കിട്ടുമെന്നാണ് വചനം പറയുക. എന്നാൽ അതേസമയം നമ്മൾ മാരഭാവത്തിലാണെങ്കിൽ യേശു പറഞ്ഞതുപോലെ ആ സമാധാനം ആ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, നമ്മുടെ ഭവനത്തിൽ കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ മാരകപാപത്തിലാണെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കുമ്പസാരിച്ച് ദൈവത്തോട് നിരപ്പാകുക. അതിനുശേഷം ഒരു വൈദികനെ വിളിച്ച് നമ്മുടെ ഭവനം വെഞ്ചരിക്കുക. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന.
നമ്മുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ പ്രത്യേകമായിട്ട് കുടുംബ പ്രാർത്ഥന നമ്മൾ ശക്തിപ്പെടുത്തണം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ദുഷ്ടരൂപിയെ പുറത്താക്കാൻ സാധിക്കാതിരുന്നത്? ഓർക്കണേ, യേശുവിന്റെ അപ്പസ്തോലന്മാരാണ്. അവർക്ക് യേശു സകല പിശാചുക്കളുടെ മേൽ അധികാരം നൽകിയതെല്ലാമാണ് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുക. ഇവിടെ 9-ാം അധ്യായത്തിൽ അവർ തന്നെ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പൈശാചി ശക്തി ഒഴിപ്പിക്കാൻ സാധിച്ചില്ല? അപ്പോൾ അതിന് യേശു കൊടുക്കുന്ന മറുപടി, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ കാര്യം വിട്ടുപോവുകയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ശക്തി ഒക്കെ, നമ്മളെ പൈശാചിക ശക്തികളൊക്കെ നമ്മുടെ ഭവനത്തെ വിട്ടുപോകാനായിട്ട് നമ്മൾ ദൈവത്തോട് പറയുക, ദൈവമേ അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഇതുപോലുള്ള കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം എൻ്റെ ഭവനത്തിൽ വരുന്നത് എന്ന്. ദൈവമേ നീ അത് ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വചനം പറയുന്നത് ആ ശക്തി വിട്ടുപോകുക എന്നാണ്. ഇനി 4-ാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട, ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഉപവാസം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ ചില പതിപ്പുകളിൽ പറയുന്നത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ ശക്തി, പൈശാചിക ശക്തി വിട്ടുപോവുകയില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതാണ് കൂടുതൽ നല്ലത്. വെറുതെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ആ ദിവസം, പ്രത്യേകിച്ചും വല്ല വെള്ളിയാഴ്ച ദിവസമോ മറ്റോ, നന്നായിട്ട് ഉപവസിച്ച് കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ഭയവും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം ദൂരീകരിക്കണം. കാരണം നമ്മുടെ ദൈവം സർവ്വശക്തനാണ്. ഈ പിശാച് ഉണ്ടെങ്കിൽ ആ പിശാചിനെ പോലും സൃഷ്ടിച്ചത് ദൈവമാണ്. കാരണം അവ ആരംഭത്തിൽ വിശുദ്ധിയുള്ള മാലാഹമാരായിരുന്നു, അവരുടെ പതനമാണ് പിശാച്. അപ്പോൾ നമ്മുടെ ദൈവം സർവശക്തനാണ്. അപ്പോൾ ആ ഒരു വിശ്വാസവും ബോധ്യവും നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സകല ഭയവും നീങ്ങിപ്പോകും. മാത്രമല്ല, നമ്മൾ വിശുദ്ധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ കൂടോത്രവും മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും ഒന്നും നമ്മൾ ഏശുകയില്ല. അതല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാം ബാധിക്കും. ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അറിയാത്ത മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ നിങ്ങൾ പറയുക, ഷെയർ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.